കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെന്തുകൊണ്ട് നിങ്ങളവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിച്ചിരുന്നു. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്ത ജനപ്രമാണികളോടും പ്രധാന പുരോഹിതന്മാരോടുള്ള ഈശോയുടെ മറുപടിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഇവിടെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം, മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആരംഭ ഭാഗത്ത് നാം കാണുന്നത് ഈശോയുടെ രാജകീയ പ്രവേശനമാണ്. ഒരു കഴുതക്കുട്ടിയുടെ പുറത്തുള്ള ഒരു രാജകീയ പ്രവേശനം. അത് കഴിഞ്ഞിട്ട് ഈശോ പ്രവേശനം കഴിഞ്ഞ് ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയത്തെ ശുദ്ധീകരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നതൊക്കെ അടിച്ച് തകർത്ത് കർത്താവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ആ ദേവാലയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ ഒരു ശുദ്ധീകരണത്തിന് വിധേയമാക്കുന്നതാണ് കാണുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് അത്തിവൃക്ഷത്തെ കർത്താവ് ശപിക്കുന്നതാണ്. ശപിച്ചു കഴിഞ്ഞപ്പോഴേ അത് കരിഞ്ഞുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ജനപ്രമാണികളും പ്രധാന പുരോഹിതന്മാരും കർത്താവിൻ്റെ മുന്നോട്ടുള്ള പ്രബോധനത്തിലേക്ക് അവൻ പ്രവേശിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഈശോ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. കാരണം അവിടെ എല്ലാ ജനപദങ്ങളെയും സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യബുദ്ധിക്കും മനുഷ്യൻ്റെ അധികാരത്തിനും അതീതമായ കാര്യങ്ങളാണ് ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് അധികാരത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ ദേവാലയം ശുദ്ധീകരിക്കാൻ നിനക്ക് എന്ത് അധികാരം ആര് തന്നു? ഈ അത്തിവൃക്ഷത്തെ ശപിക്കുമ്പോൾ ഇത് ഉണങ്ങിപ്പോകാൻ നിനക്ക് എവിടെ നിന്ന് ഈ അധികാരം കിട്ടിയത്? ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കാനുള്ള അധികാരം നിനക്ക് എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പം അതിന് കർത്താവ് കൊടുത്ത മറുപടി വളരെ സുന്ദരമാണ്. ആ മറുപടിയിൽ നമുക്കുള്ള ആലോചനയും കിടപ്പുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ചോദിച്ചു, യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പോൾ ഒരു അധികാരത്തെക്കുറിച്ച് പറയാം. യോഹന്നാന്റെ അധികാരത്തെക്കുറിച്ചുള്ള ഒരു ഉത്തരത്തിന് വേണ്ടി ഈശോ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ യോഹന്നാൻ ദൈവത്തിൽ നിന്നാണ്, ദൈവം അയച്ചതാണ് എന്ന് ഇവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചില്ലെന്ന് അടുത്ത ചോദ്യം വരും. കാരണം യോഹന്നാൻ പ്രവചിച്ചത് മുഴുവൻ യേശുവിനെ കുറിച്ചാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, ഇവനാണ് വരാനിരിക്കുന്നവൻ, ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നൊക്കെ പ്രഘോഷിച്ച യോഹന്നാനെ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചില്ല? എന്തുകൊണ്ട് അവൻ്റെ വാക്കുകൾ വിശ്വസിച്ചില്ല? അവൻ ദൈവത്തിൽ നിന്നാണെങ്കിൽ എന്നുള്ള മറുചോദ്യം വരും. അപ്പം അത് അവരുത്തരം പറയാൻ അവർ ആലോചിച്ചപ്പോൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ഇനി മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാലോ, നിശ്ചയമായും ആ കാലഘട്ടത്തിലെ ജനം മുഴുവനും വിശ്വസിച്ചിരുന്നു ഇവനൊരു പ്രവാചകനാണെന്ന്. അപ്പം അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല.
ഇവരൊരു ഡിലേമേല. ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് എത്തിച്ചതിന് കാരണം അനുദിന ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ഏതെങ്കിലും ഒരു അധികാരത്തിൻ്റെ കീഴിൽ നമ്മുടെ ജീവിതത്തെ വെക്കേണ്ടതുണ്ട്. ഒന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ അധികാരം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അധികാരം. ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ചേർത്ത് വയ്ക്കുന്നതെങ്കിൽ നിശ്ചയമായും ദൈവവചനത്തിനനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. നമ്മളതിനോട് എസ് പറയും. അതല്ല, മനുഷ്യൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്, മനുഷ്യനെ സന്തോഷിപ്പിക്കാനും മനുഷ്യൻ്റെ പ്രീതി നേടാനുള്ള ആലോചനയാണ് അനുദിന ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നതെങ്കിൽ ദൈവിക അധികാരത്തെ, ദൈവസ്വരത്തെ മാറ്റിയിട്ട് മനുഷ്യൻ്റെ സ്വരത്തിന് നമ്മൾ എസ് പറയും. ഓക്കെ, മനുഷ്യനെ സന്തോഷിപ്പിക്കാനും മനുഷ്യനെ ആഹ്ലാദിപ്പിക്കാനും വേണ്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യമോ, ദൈവം സംപ്രീതനാകുന്ന കാര്യമോ, ദൈവിക അധികാരങ്ങളോ, സ്വർഗം തന്ന അധികാരം, ഇതൊന്നും ഒരു വിഷയമല്ല. മറിച്ച് മനുഷ്യനെ പ്രീതിപ്പെടുത്തണം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന എല്ലാ നിലപാടുകളിലും ഈ അധികാരം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഒന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ മാനിക്കുന്നവനാണ്, ദൈവിക അധികാരത്തെ മാനിക്കുന്നവനാണ്, അല്ലെങ്കിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നവനാണ് എന്നുള്ള ഈ കർത്താവ് ഈ ജനത്തോട് ചോദിച്ച, ജനപ്രമാണികളോട് ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അനുദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി ഇവരെന്നാ ചെയ്തേ? ഇവര് ഉത്തരം പറയാൻ ഇവർക്ക് അസ്വസ്ഥതയായി. കാരണം എന്തുത്തരം പറഞ്ഞാലും ഇവർ പിടിക്കപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ പറഞ്ഞ ഉത്തരവാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ പിള്ളേരോടൊക്കെ നമ്മൾ പരീക്ഷ കഴിഞ്ഞിട്ട് ചോദിക്കും, പരീക്ഷ എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല. ഒരു ഉത്തരവുണ്ട്, കുഴപ്പമില്ല, എങ്ങും തൊട്ടിട്ടില്ല. ജയിക്കോ തോക്കോ ഒന്നുമില്ല. സാധാരണ ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ചോദിക്കുന്നതാണ്, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, ജയിക്കോ വെച്ചാ, അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയില്ല. അതിന് പറയുന്നതാണ് കുഴപ്പമില്ല. അതിനെന്താണ് ഉത്തരം എന്ന് പറയുന്നതിൽ ഇവർ പറഞ്ഞ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നുള്ള ഉത്തരം സത്യത്തെ നിഷേധിക്കുന്നതാണ്, നുണ പറയുന്നതാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ എനിക്കറിയാം, ശരിക്കും ഞാൻ തോക്കുമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ജയിക്കൂലെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുന്നില്ല, മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കറിയാം. ഈ ജനപ്രമാണികൾക്കും പുരോഹിതന്മാർക്കും ഒക്കെ അറിയാം. അപ്പൊ അത് അംഗീകരിക്കാൻ, ഒരു സത്യത്തെ അംഗീകരിക്കാതിരിക്കുന്നത് മറ്റൊരു വാക്യം പറഞ്ഞാൽ നുണ പറയുന്നതിന് തുല്യമാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള വാക്ക് അവർ പറഞ്ഞപ്പോൾ ശരിക്കും നുണ പറയുക. കാരണം ഈ സത്യത്തെ അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ യേശുവിനെ അംഗീകരിക്കേണ്ടി വരും. യോഹന്നാൻ 14:6 ഈശോ പറഞ്ഞില്ലേ, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പൊ നിത്യസത്യമായ യേശുവിനെ അംഗീകരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ അവരെടുത്തൊരു സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതിന് കർത്താവ് ഉത്തരം പറഞ്ഞാ, എന്നാ പേര് ഞാനും നിങ്ങളോട് പറയുന്നില്ല, എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമ്മൾ പറയില്ലേ, ഇപ്പം എല്ലാം ക്ലിയറായി. നിങ്ങൾ പറയുന്നില്ലെങ്കിൽ ഞാനും പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, അപ്പോൾ ഞാൻ പറയാം എന്തധികാരത്തിലാണ് ഞാനത് ചെയ്യുന്നതെന്ന്. ഇപ്പം എന്ന് പറയുന്ന പോലെ പലപ്പോഴും നമ്മൾ വളരെ ടാക്റ്റ്ഫുള്ളി, നമ്മൾ വളരെ കൃത്യതയോടുകൂടി സത്യത്തെ മറച്ചു പിടിക്കുകയും സത്യത്തെ വെളിപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴും നുണ പറയുന്ന ഒരു സാധ്യതയിലേക്കാണ് നമ്മുടെ ജീവിതം പോകുന്നത്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഇവർ വെളിപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ജനപ്രമാണികളും പ്രധാന പുരോഹിതന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നല്ല, ഇവർക്ക് അറിയാം. ഈശോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ഒരു മനുഷ്യന്റെ അധികാരത്തിൽ വരുന്നതല്ല എന്ന് ഇവർക്കറിയാം. ഒരു മനുഷ്യനും ഉള്ള അധികാരത്തിന്റെ വെളിച്ചത്തിലല്ല ഈശോ ചെയ്യുന്നതെന്നൊക്കെ ഏതൊരുവനും മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് തിങ്ങിക്കൂടിയിരുന്ന ജനം മുഴുവൻ യേശുവിൽ വിശ്വസിക്കുന്നത്. പക്ഷെ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം യേശു ദൈവത്തിൽ നിന്ന് വന്നതാണെന്നും ദൈവിക അധികാരത്തിലാണ് യേശു ഇത് ചെയ്യുന്നതെന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സത്യത്തെ അവർ നിഷേധിച്ചു കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന്. അതുകൊണ്ട് നമുക്കറിയാം സത്യം എന്താണെന്ന് നമുക്കറിയാം. സത്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്കായി യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. ദൈവത്വത്തിൻ്റെ സകല പൂർണ്ണതയും യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അറിയാം. സത്യത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ പൂർണ്ണത, ക്ഷമയുടെ പൂർണ്ണത, കരുണയുടെ പൂർണ്ണത, അനുസരണത്തിൻ്റെ പൂർണ്ണത, വിശുദ്ധി, ഇതെല്ലാം നമുക്കറിയാം. ഇനി നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ നുണ പറയുന്നവരാണ്.
ഈ നിലപാടുകൾക്കെതിരെ ജീവിക്കുകയും അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ നിഷേധിക്കുകയാണ്, അവൻ്റെ അധികാരത്തെ നിഷേധിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട നിത്യസത്യത്തിനെതിരെ മറുതലിച്ചും പുറംതിരിഞ്ഞു നിൽക്കുന്നവരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ മാറിയാൽ നിത്യതയിൽ അവനെ കണ്ടുമുട്ടുമ്പോൾ നിശ്ചയമായും നമുക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരും എന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന കർത്താവിൻ്റെ സ്വർഗത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.